നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പോഴത്തെ പിള്ളേർക്ക് സഹനശക്തിയും കാര്യങ്ങൾ സമചിത്തതയോടെ നേരിടാനും വേണം ആദ്യം നമ്മൾ പഠിപ്പിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാനല്ലേ പറ്റൂ. കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അവരല്ലേ. അതോർത്ത് മാഷിന് ഒരു വിഷമവും വേണ്ട. ആതിര നല്ല കുട്ടിയല്ലേ. ഒരു വിവാഹം മുടങ്ങിയാൽ അതങ്ങ് പോട്ടേന്ന് വെക്കണം മോളെ. വന്നവനേക്കാൾ നല്ലവനായിരിക്കും ഇനി മോളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. ആതിരയ്ക്ക് എന്തുകൊണ്ട് യോഗ്യനായ മറ്റൊരു പയ്യനെ കിട്ടും. അതുകൊണ്ട് ഒന്നും ആലോചിച്ച് ആതിര വിഷമിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിലും ഓരോരുത്തർക്ക് ഓരോരുത്തരെന്ന് ഈശ്വരൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതേ നടക്കൂ. അതൊരു കണക്കിന് മുടങ്ങിയത് തന്നെയാ നല്ലത്. കെട്ടാനിരുന്ന പയ്യൻ അത്ര നല്ല സ്വഭാവക്കാരനായിരുന്നില്ല. അത് പിന്നീടാ ഞങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോ അത് ഈശ്വരനായിട്ട് തട്ടിമാറ്റിയെന്ന് പറയുന്നതാവും ശരി. ആതിരയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് അവന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിലോ? താലി കെട്ടി സ്വന്തമാക്കുന്നവരെ ഉള്ളൂ മാഷെ ചിലരുടെ സ്നേഹവും അടുപ്പവും എല്ലാം. താലി കെട്ടിയതിനു ശേഷമാണ് കൂടുതൽ സ്നേഹിക്കേണ്ടതെന്ന് അവർക്കാർക്കും അറിയേയില്ല. ഇപ്പൊ പല പിള്ളേരുടെയും ഹോബി പോലെയായി വിവാഹം. പത്രങ്ങളിൽ നമ്മൾ എന്തൊക്കെ വാർത്ത കാണുന്ന, പലരും വിവാഹം കഴിക്കുന്നത് തന്നെ ഉപേക്ഷിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. മൂന്നിന്റെ അന്നാവും വേറെ കെട്ടുകയും ചെയ്യും. പെങ്കൊച്ചിന്റെ ജീവിതം ദുരിതമാ. പിന്നെ എന്നാ വന്ന കാര്യം? മാഷേ, ഞങ്ങൾ വന്നത് ഇവന്റെ അനഘയുടെയും വിവാഹം ക്ഷണിക്കാനാ. അമ്പലത്തിൽ ചെന്ന് കത്ത് പൂജിച്ച് വാങ്ങിച്ച് ആദ്യമായിട്ട് വരുന്നത് ഇവിടേക്കാ. നിങ്ങളെ തന്നെ ആദ്യം വിളിക്കാന്ന് കരുതി. ഈശ്വര, ഒരു തടസ്സവും ഉണ്ടാകാതെ നോക്കണേ. ഇനി പെണ്ണിന്റെ ഭാഗത്തുനിന്ന് ഞാൻ വിളിക്കാം. വ്യാഴാഴ്ചയാണ് വിവാഹം. നിങ്ങൾ എല്ലാവരും ബുധനാഴ്ച രാവിലെ തന്നെ അങ്ങ് വരണം. എല്ലാരും സമയത്തിന് കാത്തു നിൽക്കാതെ നേരത്തെ എത്തിക്കോണം. അവനെ എല്ലാരെയും കൊണ്ടുവരണം. അതുവരെ കാത്തിരിക്കണമെന്നില്ല. എപ്പോ വേണമെങ്കിലും വരാം. ആയിക്കോട്ടെ. നീ എന്താടാ ഇങ്ങനെ നിൽക്കുന്നത്? നിന്റെ വിവാഹമാണ്. എല്ലാവരെയും ക്ഷണിക്കേണ്ടത് ശരിക്കും നീയാ. ഇവന്റെ ഒരു കാര്യം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ പക്ഷേ. 2-3 സ്ഥലത്തൂടി പോകാനുണ്ട്. ഓ ആയിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.